നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മ സംഘടന ഒരുപാട് വിവാദങ്ങളാണ് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയർന്നു നിൽക്കാറുള്ളത്. എന്നിരുന്നാലും വീണ്ടും പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഒത്തുചേരൽ പലപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചില അമ്മ സംഘടനാ നേതാക്കളുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതാണ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ രഹസ്യമായിരുന്ന പെൺപോരെ പരസ്യമായിരിക്കുന്നു. അമ്മയുടെ 17 അംഗ എക്സിക്യൂട്ടീവിലെ പെൺപടയിൽപ്പെട്ട നീന കുറുപ്പിനെതിരെ ശക്തമായ ഭാഷയിലാണ് ലക്ഷ്മിപ്രിയ പൊട്ടിത്തെറിച്ചത്. ലക്ഷ്മിപ്രിയയുടെ വോയിസ് ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അമ്മ സംഘടിപ്പിച്ച പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നീന കുറുപ്പ് മറ്റു നടിമാരോട് കാണിച്ച അവഗണനയിലായിരുന്നു കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. ഒരുപാട് പേരുടെ ശാപമുണ്ടാകുമെന്നും ഗതി കിട്ടാതെ അലഞ്ഞു മരിക്കുമെന്നും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. പ്രോഗ്രാം കോർഡിനേറ്റർമാരിൽ ഒരാൾ കൂടിയായിരുന്നു ലക്ഷ്മിപ്രിയ. മറ്റു ജൂനിയർ നടിമാരെ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കയറ്റാത്തതും കാറ്ററിംഗുകാരോട് മോശമായി പെരുമാറിയതുമെല്ലാം നീന കുറുപ്പിനെ കണക്കിന് ശകാരിക്കാൻ കാരണമായെന്നാണ് സൂചന. കമ്മിറ്റിയിൽ ലക്ഷ്മിപ്രിയ പൊട്ടിത്തെറിക്കുന്ന വോയിസ് ലീക്കായിരിക്കുകയാണ്. ആ വോയിസ് ക്ലിപ്പിലാണ് ഇത്രയും പരാമർശങ്ങൾ നീന കുറുപ്പിനെതിരെ ലക്ഷ്മിപ്രിയ നിർത്താതെ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നത്. നീന കുറുപ്പ് പ്രോഗ്രാം നടന്ന സ്ഥലത്ത് പട്ടി ഷോയാണ് നടത്തിയതെന്നും ഇത് പരാതിപ്പെട്ടാലും പോലീസ് കേസാക്കിയാലും എനിക്കൊരു പ്രശ്നമില്ലെന്ന് അംഗം പറയുന്നു. നീന കുറുപ്പിനെതിരെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസാരിച്ച വോയിസ് ഇങ്ങനെയാണ്: വൈകുന്നേരം എത്തുമെന്ന് കരുതിയിരുന്ന മമ്മൂട്ടിയും മോഹൻലാലും നേരത്തെ എത്തിയതോടെ പരിപാടിയുടെ ഷെഡ്യൂളിൽ മാറ്റം വരുത്തിയിരുന്നു. ഇതോടെ ലക്ഷ്മിപ്രിയ കോർഡിനേറ്റ് ചെയ്യേണ്ടിയിരുന്ന ഡാൻസ് പ്രോഗ്രാം നേരത്തെ നടത്തേണ്ടി വന്നു. എന്നാൽ ഫാഷൻ ഷോയുടെ ചുമതലയുണ്ടായിരുന്ന നീന കുറുപ്പ് ഡാൻസിൽ പങ്കെടുക്കേണ്ട കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറായില്ലെന്നും ആ കുട്ടിക്ക് സ്റ്റേജിൽ കയറാൻ സാധിക്കാതെ മനഃപൂർവ്വം തടഞ്ഞു വെച്ചെന്നുമാണ് ലക്ഷ്മിപ്രിയയുടെ ആരോപണം. ഇതിനെ തുടർന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ നീന കുറുപ്പിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ലക്ഷ്മിപ്രിയ പൊട്ടിത്തെറിച്ചത്. നീന കുറുപ്പെ മാഡം എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് സംസാരം തുടങ്ങുന്നത്. നിങ്ങൾ ഗതി കിട്ടാതെ നരകിച്ച് ചാവുകയുള്ളൂ, അത് എഴുതി വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ടും സംസാരിക്കുന്നുണ്ട്. സംഘടനയിലെ വിഷമാണ് നിങ്ങളെന്നും നിങ്ങളടക്കമുള്ള കടുത്ത ശാപവാക്കുകളാണ് ലക്ഷ്മിപ്രിയ ഓഡിയോ സന്ദേശത്തിലൂടെ അയച്ചത്. ഈ ഗ്രൂപ്പ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ പിന്നീട് അഡ്മിൻ ഓൺലിയാക്കി. കൂടുതൽ വിഴുപ്പലക്കുകൾ ഉണ്ടാകാതിരിക്കാനായിരുന്നു ഇത്. ലക്ഷ്മിപ്രിയയുടെ സംസാരം വളരെ മോശമായി പോയെന്നും ഇത് സംഘടനയ്ക്ക് ഒട്ടും ചേർന്നതല്ലെന്നും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഗ്രൂപ്പിൽ പ്രതികരിച്ചു. ലക്ഷ്മിപ്രിയയുടെ പെരുമാറ്റം മറ്റ് 16 അംഗങ്ങളെയും മോശക്കാരാക്കിയെന്നും ഇത്തരം രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുക്കു വ്യക്തമാക്കി. ലക്ഷ്മിപ്രിയയെ സസ്പെൻഡ് ചെയ്യണമെന്നും മാപ്പ് പറയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് നീന കുറുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാർച്ച് 2 നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയത്തിൽ നിർണായക തീരുമാനമുണ്ടാകും. ഫാഷൻ ഷോയുടെ വസ്ത്രങ്ങൾ ധരിച്ചു എന്ന കാരണത്താൽ ഡാൻസിൽ പങ്കെടുക്കേണ്ട കുട്ടിയെ സ്റ്റേജിൽ കയറാൻ നീന കുറുപ്പ് അനുവദിച്ചില്ലെന്നും ലക്ഷ്മിപ്രിയ ആരോപിക്കുന്നു. ഇത് നീനയുടെ അസൂയ കാരണമാണെന്നും ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് തനിക്ക് വോയിസ് മെസ്സേജ് അയച്ചതെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. നീന കുറുപ്പിനെതിരെ അതിരൂക്ഷമായ ശാപവാക്കുകളാണ് ലക്ഷ്മിപ്രിയ പ്രയോഗിച്ചത്. നീനയ്ക്ക് ആരോട് ബഹുമാനമില്ലെന്നും ഇംഗ്ലീഷ് സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നും പരിഹസിക്കുന്ന ലക്ഷ്മിപ്രിയ നീന കുറുപ്പിന്റെ അഭിനയ പാടവത്തെയും ഈ ശബ്ദരേഖയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. നീന കുറുപ്പ് അമ്മ സംഘടനയിലെ ഒരു മെമ്പർ മാത്രമാണെന്നും പ്രസിഡന്റോ സെക്രട്ടറിയോ ചമയേണ്ടതില്ലെന്നും ലക്ഷ്മിപ്രിയ ഓർമ്മിപ്പിക്കുന്നു. ഇലക്ഷൻ സമയത്ത് തനിക്കെതിരെ നീന കരുനീക്കം നടത്തിയെന്നും അതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ലക്ഷ്മിപ്രിയ അവകാശപ്പെടുന്നുണ്ട്. നീന കുറുപ്പിന്റെ പെരുമാറ്റത്തെയും വ്യക്തിത്വത്തെയും കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു ലക്ഷ്മിപ്രിയയുടെ കടന്നാക്രമണം. നീനയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും 16 എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അവർ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണെന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. കിഡ്നി സർജറി കഴിഞ്ഞവരും 80 വയസ്സ് കഴിഞ്ഞവരുമായ മുതിർന്ന നടിമാരെ സംഘടിപ്പിച്ചാണ് താൻ നൃത്തം ഒരുക്കിയതെന്നും ആ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയ നീനയ്ക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ശബ്ദരേഖയിൽ പറയുന്നു. നീന കുറുപ്പ് എന്ത് വലിയ നടിയാണെന്നാണ് അവരുടെ ഭാവമെന്ന് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നു. നിങ്ങൾ ചെയ്ത വേഷങ്ങൾ ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. നിങ്ങൾ അഭിനയിച്ച് ഫലിപ്പിച്ച എന്ത് വേഷമാണ് ഇവിടെയുള്ളത് എന്നാണ് ലക്ഷ്മിപ്രിയയുടെ ചോദ്യം. നീന കുറുപ്പിന് മലയാളം സംസാരിക്കാൻ അറിയില്ലെന്നും ചേമ്പ് വിഴുങ്ങിയതുപോലെയാണ് സംസാരിക്കുന്നതെന്നും പരിഹസിക്കുന്നു.
കൂടാതെ നീനയുടെ സൗന്ദര്യത്തെക്കാൾ തൻ്റെ അമ്മയ്ക്കാണ് സൗന്ദര്യമെന്നും മനസ്സിനാണ് സൗന്ദര്യം വേണ്ടതെന്നും ലക്ഷ്മിപ്രിയ തുറന്നടിക്കുന്നു. അമ്മയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന നീന കുറിപ്പ് എല്ലാവരെയും വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തുന്നു. പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുന്ന നീനയുടെ സ്വഭാവം അമ്മ സംഘടനയുടെ അന്തസ്സ് കെടുത്തുന്നതാണെന്നും ഇത് തുടർന്നാൽ സ്പോൺസർമാരെ പോലും കിട്ടില്ലെന്നും ലക്ഷ്മിപ്രിയ ഓർമ്മിപ്പിക്കുന്നു. ഈ ശബ്ദരേഖയുടെ പേരിൽ തനിക്കെതിരെ എന്ത് നടപടിയെടുത്താലും തനിക്കൊരു പുല്ലുമില്ല, അതായത് തനിക്കൊരു ഭയമില്ല എന്ന് വെല്ലുവിളിയോടെയാണ് ലക്ഷ്മിപ്രിയ വിശദീകരണം നടത്തുന്നത്. ഏതായാലും ഈ വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ വലിയ രീതിയിൽ അമ്മ സംഘടനയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും ഇപ്പോൾ വെളിയിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് സംഘാടകർക്കിടയിൽ തന്നെ വലിയ പൊട്ടലും ചീറ്റലുകളും സംഭവിക്കുന്നുണ്ട്. ഈ നീന കുറിപ്പുമായിട്ട് ലക്ഷ്മിപ്രിയയ്ക്ക് തുടങ്ങിയ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം ഇവർ പറയുന്നുണ്ട്, ഇതിനു മുൻപും എനിക്ക് ഇവരോട് സംസാരിക്കേണ്ട പല ആവശ്യങ്ങളുണ്ടായിട്ട് താൻ സംസാരിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. കൃത്യമായി ആഞ്ഞടിക്കുന്നുണ്ട്. പല കാര്യങ്ങളും ചില വാക്കുകളടക്കം മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. ഏതായാലും ലക്ഷ്മിപ്രിയക്കെതിരെ ഇനി നടപടി എടുക്കുമോ അമ്മ സംഘടന എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അമ്മ സംഘടനയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് ലക്ഷ്മിപ്രിയയുടെയും നീന കുറുപ്പിന്റെയും ഈ പോര് നാട്ടുകാരറിഞ്ഞിരിക്കുന്നത്.